ഹലോ എവ്രി വൺ, വെൽക്കം ടു ചാനൽ മല്ലു നഴ്സിംഗ് കപ്പിൾ. ഞാനത് കൃഷ്ണ. സോ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഇനി ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്? യു കെയിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള നഴ്സിംഗ് ഷോർട്ടേജ് ഉണ്ടല്ലോ, ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? 2025 നഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വീണ്ടും റെസ്യൂം ചെയ്ത് പഴയതുപോലെ ഉണ്ടാകുമോ എന്ന് ചോദിച്ച് നിരവധി ക്വസ്റ്റ്യൻസ് ആണ് ഡെയിലി എനിക്ക് വാട്സപ്പിൽ കൂടെയും നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ കൂടെയും വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ UK NHS ഒരു നഴ്സായി വന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ ഇതേപോലത്തെ ഒരു ജോബിന് വേണ്ടി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ എത്തിക്കുക. കാര്യം അവരറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഡെസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 3 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും സിവിയർ നഴ്സിംഗ് ഷോർട്ടേജ് ഇവിടെ UK ഉണ്ടായി, ആൻഡ് എന്താണ് നഴ്സിംഗ് യൂണിയൻസിൻ്റെ സൈഡിൽ നിന്ന്, ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു ഔട്ട്കം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് എന്താണ് ഈ ഒരു നഴ്സിംഗ് ഷോർട്ടേജ്, ക്രിട്ടിക്കൽ ഷോർട്ടേജ് വന്നിട്ടുള്ളവർ എടുത്തിരിക്കുന്ന ഡിസിഷൻ, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ഡിസിഷൻ. ആൻഡ് രണ്ടാമത്തെ ടോപ്പിക്, നിങ്ങൾക്കറിയാം ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. സോ എവിടെയെല്ലാം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്, അത് എങ്ങനെയാണ് നടക്കുന്നത്, ആരെയൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്ത് ക്രൈറ്റീരിയ ആണ് ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഏരിയാസിൽ മാത്രം എന്തുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. ദെൻ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പഴയതുപോലെ UK നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഇനി ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള നഴ്സിംഗ് ഷോർട്ടേജ് എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാം UK ഇൻ്റർനാഷണൽ നഴ്സസിൻ്റെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്ന രജിസ്റ്ററിൽ, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് അല്ലെങ്കിൽ മോർ ദാൻ 2 lakh ഓഫ് നഴ്സസ് ആണ് രജിസ്റ്ററിൽ ഓൾറെഡി ഇൻ്റർനാഷണൽ നഴ്സസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ എബോവ് 60,000 അല്ലെങ്കിൽ 65,000 ഇന്ത്യൻ നഴ്സസ് ആണ്. അതായത് ഏകദേശം 8% NHSലുള്ള നഴ്സിംഗ് വർക്ക് ഫോഴ്സ് നമ്മുടെ ഇന്ത്യൻ നഴ്സസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള 1-2 വർഷങ്ങളായിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റിൽ ഒരു ഫ്രീസ്, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഇത്രയും സ്ലോ ഡൗൺ ചെയ്തത്. ഇത്രയും ഒരു സ്ലോ ഡൗൺ വന്ന സമയത്ത് തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ നഴ്സസും പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതുപോലെ സ്റ്റുഡൻറ്റ് നഴ്സസ് രജിസ്റ്ററിലേക്ക് വരുന്നതിൻ്റെ എണ്ണം വളരെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരുപാട് NHSൻ്റെ ഒരു വർക്ക് ഫോഴ്സിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു. അത് പ്രോപ്പറായിട്ട് നഴ്സിംഗ് ടൈംസിൽ വന്നിട്ടുള്ള റീസെൻ്റായിട്ട് ഈ മാസത്തിൽ തന്നെ വന്നിട്ടുള്ള ആർട്ടിക്കിളിനകത്ത് പ്രൊഫസർ നിക്കോള റേഞ്ചർ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് NHS വർക്ക് ഫോഴ്സ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട്. കാര്യം അത് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിനെ അടക്കം ബാധിക്കും എന്നുള്ളൊരു കാര്യമാണ് പ്രൊഫസർ നിക്കോള റേഞ്ചർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് മെയിനായിട്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു വിൻ്റർ പ്രഷർ വരുന്ന സമയത്തും അത്രയും അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് സേഫ്റ്റി മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ NHSനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇത്രയും ഷോർട്ടേജസ് നിൽക്കുമ്പോൾ തന്നെയും എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകുന്നില്ല എന്നുള്ളതിൻ്റെ മെയിൻ റീസണാണ് ഇവർക്ക് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇവർക്ക് ചിലവഴിക്കേണ്ടി വരുന്നത് നഴ്സസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലേക്കായിരുന്നു മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു കാലയളവിലേക്ക് ട്രസ്റ്റുകൾക്ക് ഫണ്ടിങ് കൊടുത്തിരിക്കുന്ന, ഇൻ്റർനാഷണൽ ഫണ്ടിങ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ ഫർദർ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യാതെ ഉണ്ടായി. ബിക്കോസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു നഴ്സിനെ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് ഏകദേശം 10,000 to 13,000 pound വരെ ആവുന്നുണ്ടായിരുന്നു. കാര്യം എല്ലാത്തിനും റീഇംബേഴ്സ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊരു ഹ്യൂജ് നമ്പർ ഓഫ് എമൗണ്ട് ഓരോ ട്രസ്റ്റിനും സേവ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കത് മാറ്റി വയ്ക്കാനോ പറ്റുന്നുണ്ടായിരുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ സ്റ്റിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഷോർട്ടേജ് ഇവർക്ക് മാറ്റാനായിട്ടുള്ള ഒരു അവസരം ഇപ്പോഴും ഇല്ല. പക്ഷേ അതിനിപ്പം ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് കെയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സീനിയർ കെയർ റോളിൽ കുറേ നഴ്സസ്, ബാക്ക് ഹോം നഴ്സസ് UK വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലായിട്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു പാത്വേ ഉണ്ട്. SIFE, സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ എന്ന് പറയുന്ന ഒരു പാത്വേ. OET എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ബൈപ്പാസ് ചെയ്ത് അവർക്ക് ഈസി ആയിട്ട് CBTയും OSCEയും കഴിഞ്ഞ ഉടനെ തന്നെ പിൻ നമ്പർ കിട്ടുന്നുള്ളൊരു പാത്വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ത്രൂ ഒരുപാട് നഴ്സസാണ്, ബാക്ക് ഹോം നഴ്സസിനാണ് ഇപ്പോൾ പിൻ നമ്പർ കിട്ടി അവർ രജിസ്റ്ററിലോട്ട് കയറിയിരിക്കുന്നത്. ഇത് NHSനെ ഒരുപാട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്ന കാര്യം, അവർക്ക് വേറെ ഒരു ചിലവും ഇല്ലാതെ തന്നെ അവർ തന്നെ ഓൺ സെൽഫ് ഫണ്ട് ചെയ്ത് അവരുടെ OSCEയും CBTയും കാര്യങ്ങളെല്ലാം ചെയ്ത് പിൻ നമ്പർ എടുത്ത് ഇൻ്റർവ്യൂ നോക്കി ജോലിക്ക് കയറുന്നുണ്ട്. അപ്പം ഒരുപാട് നമ്പേഴ്സ് അങ്ങനെ കൂടി. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന പോലെ NHS തന്നെ നോർക്ക ആയിട്ടുള്ള ഗവൺമെൻറ് ഏജൻസീസായിട്ട് ടൈപ്പ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ നോർക്ക
NHS വെയിൽസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് സംഭവിച്ചതിൻ്റെ വേറെ റീസൺ എന്ന് പറയുന്നത് വെയിൽസിൻ്റെ ഫണ്ടിങ്ങും NHS ഇംഗ്ലണ്ടിൻ്റെ ഫണ്ടിങ്ങും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പോഴത്തെ റീസെൻറ്റ് കണക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് നഴ്സസാണ് ഇൻ്റർനാഷണൽ രജിസ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ NMC രജിസ്റ്ററിൽ നിന്നും ലീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നമ്പർ എത്രത്തോളം ക്രൂഷ്യലായിട്ട് NHSനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതാണ് മെയിനായിട്ടുള്ള യൂണിയൻ ലീഡേഴ്സ് RCN അടക്കമുള്ള മെയിൻ യൂണിയൻസ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഹൈ നമ്പേഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നേരത്തെ നടന്നോ അതുപോലത്തെ ഒരു റിക്രൂട്ട്മെൻറ്റിന് ഇനി ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ അംഗീകാരമായിട്ട് നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ്സ് എന്തൊക്കെയാണോ വളരെ ചെറിയ നമ്പേഴ്സ് ഓഫ് രീതിയിൽ അതുപോലെ മാത്രമായിരിക്കാം റിക്രൂട്ട്മെൻറ്റ്സ് ഇനിയുള്ള കുറച്ച് കാലങ്ങളിൽ എന്തായാലും ഉണ്ടാകും. സോ ഇനി നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ് റിക്രൂട്ട്മെൻറ്റ് എവിടെയെല്ലാം നടക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നടക്കുന്നു. നിങ്ങൾ ഒരുപാട് പേരും കണ്ടിട്ടുണ്ടായിരിക്കും പല കാൻഡിഡേറ്റ്സിന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പല ഇൻ്റർവ്യൂസ് കിട്ടുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഒന്നാണ് നോർക്ക NHS വെയിൽസിൻ്റെ റിക്രൂട്ട്മെൻറ്റ്. ഈ ഒരു 2024 2 തവണയാണ് നോർക്ക NHS വെയിൽസുമായിട്ട് ചേർന്ന് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് കേരളത്തിൽ വന്ന് നടത്തിക്കൊണ്ട് പോയത്. ഏകദേശം അവരൊരു 200-250ഓളം നഴ്സസിനെ, അതിൽ കൂടുതലുണ്ടാവും അതിൽ കുറച്ചുണ്ടായിരിക്കാം, നഴ്സസിനെ അവർ റിക്രൂട്ട് ചെയ്തു. അവരുടെ ബാക്കി കാര്യങ്ങളും പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ജൂണിൽ നടന്ന റിക്രൂട്ട്മെൻറ്റിലുള്ള മിക്ക നഴ്സസ് ഇപ്പോൾ ഓൾറെഡി വെയിൽസിൽ എത്തിക്കഴിഞ്ഞു. ബാക്കി ഇപ്പോൾ ഇൻ്റർവ്യൂസ് നവംബറിൽ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് അവരുടെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും ഫാസ്റ്റായിട്ട്. പക്ഷേ അതിനിടയിലും NHS ഇംഗ്ലണ്ടിനകത്തുള്ള റിക്രൂട്ട്മെൻറ്റും പല സ്ഥലങ്ങളിൽ പല ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഏരിയാസിനകത്ത് അവർ റിക്രൂട്ട്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. പക്ഷേ വളരെ ലിമിറ്റഡ് നമ്പേഴ്സിലാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് കാൻഡിഡേറ്റ്സിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പല ട്രസ്റ്റുകളിലേക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള അത് പല രീതിയിൽ അവർ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില ട്രസ്റ്റുകൾ അവർ മുന്നേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഓൾറെഡി അവരുടെ പൈപ്പ് ലൈനിലായിരുന്നു. അവർക്കിപ്പോൾ ഒരു റിക്വയർമെൻറ്റ് വന്ന സമയത്ത് അവർക്കൊരു ഫണ്ടിങ് അവർ ഇനിഷ്യേറ്റ് ചെയ്ത് കുറച്ച് നഴ്സസിനെ അവരെടുക്കുകയുണ്ടായി. അങ്ങനെ ഡിഫറെൻറ്റ് ട്രസ്റ്റിന് ഡിഫറെൻറ്റ് രീതിയാണ്. അല്ലാതെ ഒരു NHSൽ ഇപ്പം ഹാംഷയർ NHS നടത്തുന്ന പോലെ ആയിരിക്കില്ല ലിങ്കൺഷയറിലുള്ള NHS അല്ലെങ്കിൽ ഷെർവുഡിലുള്ള NHS അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലുള്ള NHS. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഫണ്ടിങ് റിക്വയർമെൻറ്റ് അനുസരിച്ച് ഫണ്ടിങ്ങിൻ്റെ ലഭ്യത അനുസരിച്ചായിരിക്കും അവർ എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. അത് ഓരോ ട്രസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ലെസ്റ്ററിലും മാഞ്ചസ്റ്ററിലൊക്കെ കുട്ടികൾക്ക് ഈവൻ ഓഫർ ലെറ്റർ പോലും കൊടുത്തിട്ടുണ്ടായിരുന്ന ട്രസ്റ്റുകൾ അവർക്ക് റീസെൻ്റായിട്ട് അവരുടെ ഓഫർ ലെറ്റർ വരെ വിഡ്രോ ചെയ്യുകയുണ്ടായി. ഓക്കെ, അതുകൊണ്ടാണ് ഞാനും എപ്പോഴും പറയും നിങ്ങൾക്കൊരു ജോബ് കിട്ടിയത് കൊണ്ട് മാത്രം ആകുന്നില്ല, അൺടിൽ ഒരു COS കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു ജോബ് കൺഫേം ആയി എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. ഈവൻ COS കൊടുത്തിട്ട് പോലും വിഡ്രോ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല. എന്നിരുന്നാലും ഒരു COS കിട്ടി കൺഫർമേഷൻ നിങ്ങളുടെ ഡിപ്ലോയ്മെൻറ്റ് ആകുന്നവരെയും നിങ്ങൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു ജോബിൽ നിന്ന് നിങ്ങൾ മാറാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഇപ്പോൾ നടക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ NHS വെയിൽസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നോർക്ക NHS ഇംഗ്ലണ്ടുമായിട്ട് ജോയിൻ ചെയ്തിട്ട് മെൻ്റൽ ഹെൽത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ December 27th വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ആപ്ലിക്കൻസിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു ഹോപ്പാണ് മേ ബി നെക്സ്റ്റ് ഇയറിലും നോർക്ക NHS വെയിൽസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകാം. അല്ലെങ്കിൽ NHS ഇംഗ്ലണ്ട് മേ ബി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സ് നടത്തിയേക്കാം. പക്ഷേ ഇതൊന്നും ഒരു കൺഫേംഡ് ആയിട്ടുള്ള സംഭവമല്ല. ആർക്കും അത് കൺഫേം പറയാനും പറ്റില്ല അൺടിൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു പ്രോപ്പർ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ വരാതെ. അതുപോലെ UK NHSന് നേപ്പാൾ ഗവൺമെൻറ്റും ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഹാംഷയർ ഹോസ്പിറ്റലിലേക്ക് ഹാംഷയർ ട്രസ്റ്റിലേക്ക് ഒരു നേപ്പാളിൽ നിന്നുള്ള എലിജിബിൾ ആയിട്ടുള്ള നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നുള്ള കാര്യം ഈ ഒരു ഇമേജിൽ നിങ്ങൾ സൈഡിൽ കാണുന്ന പോലെ തന്നെ അവിടെ ആദ്യം ഒരു റെഡ് ലിസ്റ്റ് ആയിരുന്നു. പക്ഷേ വൺസ് അവർ റെഡ് ലിസ്റ്റിൽ നിന്ന് 2022 മാറിയപ്പോൾ ഒരുപാട് നേപ്പാൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സസിനെ അവർ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ നഴ്സസിനെയും ഇറാൻ നഴ്സസിനെയും ശ്രീലങ്കൻ നഴ്സസിനെയും ഒക്കെ തന്നെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോൺ ഓരോ ട്രസ്റ്റിൻ്റെ പോളിസിയാണ്. അതാണ് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്കറിയാം നോർത്ത് വെസ്റ്റ് ലണ്ടൻ അല്ലെങ്കിൽ റോയൽ ഫ്രീ ലണ്ടൻ ഹോസ്പിറ്റൽ അവരും ഈ ഇടയ്ക്ക് തന്നെ റിക്രൂട്ട്മെൻറ്റ് UAE വെച്ച് റിക്രൂട്ട്മെൻറ്റ്സ് മിഡിൽ ഈസ്റ്റിൽ വെച്ച് റിക്രൂട്ട്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്ക് അവർ ഫ്യൂ നമ്പർ ഓഫ് വാക്കൻസീസിലേക്ക് അവർ റിക്രൂട്ട്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങിങ്ങായിട്ട് ഏതെങ്കിലും കുറച്ച് ട്രസ്റ്റുകളായിരിക്കും ചിലപ്പോൾ ഇതേപോലത്തെ റിക്രൂട്ട്മെൻറ്റ്സ് നടത്തുന്നത്. അവിടെ പ്രിഫറൻസ് ചിലപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഓങ്കോളജി, ഹെമറ്റോളജി, PICU അങ്ങനെ ഡിഫറെൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസ് നടക്കുന്നത് തന്നെ. ഇനി ഇൻ കേസ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇൻ്റർവ്യൂവിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ജോബ് എന്ന് പറയുന്നത്. ഈ റീസെൻ്റായിട്ട് ഹാംഷറിലേക്ക് ഒരുപാട് ഇന്ത്യൻ
നഴ്സസിനെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിലുള്ള പെർഫോമൻസ് കാരണം സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരുപാട് നഴ്സസിനും ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മുടെ ഇൻ്റർവ്യൂ സെഷൻസിൻ്റെ വീഡിയോസും പ്രിപ്പറേഷൻ സെഷൻസും എടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികൾക്കും സക്സസ് ആവാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ബിക്കോസ് നമുക്ക് ആ ഒരു രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളുടെ ഫീഡ്ബാക്സ് ഒക്കെ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞ മെയിൻ കാര്യം, ഇത്രയും കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് അത്രയും നന്നായിട്ട് ഒരു NHS ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ആൻസർ പറഞ്ഞു. അവർക്ക് കാര്യങ്ങളിലെല്ലാം നല്ലൊരു ഡീപ്പ് നോളജ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ കാര്യമല്ല ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുക എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഒരുപാട് ഇൻ്റർവ്യൂസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടൊന്ന് റെഫർ ചെയ്യാം. ഫർദർ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നോർക്ക NHS വെയിൽസിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലത്തെ ട്രസ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം അൺടിൽ നിങ്ങൾക്കൊരു COS കിട്ടുന്നവരെ. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ടോപ്പിക് എന്ന് പറയുന്നത്, ഇനി പഴയതുപോലെ UK നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് കാത്തിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി പഴയതുപോലത്തെ ഒരു നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലക്സോട് കൂടി ഒരു ഹെവി നമ്പർ ഓഫ് ആൾക്കാരെ എടുത്ത രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഇനി കുറച്ച് നാളുകളിലേക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അത് പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഒരു മാക്സിമം ഡൊമസ്റ്റിക് ആയിട്ട് നഴ്സസിനെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഫോഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ ട്രെയിൻഡ് നഴ്സിംഗ് അസോസിയേറ്റ് TNA എന്ന് പറയുന്ന കുറേ കോഴ്സുകൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ത്രൂ നേഴ്സ് അല്ലാത്ത ആൾക്കാരെയും മോൾഡ് ചെയ്ത് ഡിഫറെൻറ്റ് കോഴ്സസിൽ കൂടെ നേഴ്സ് ആക്കി മാറ്റിയെടുക്കാനുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ SIF സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ എന്ന് പറയുന്ന ഒരു പാത്വേയിൽ കൂടി ബാക്ക് ഹോം ആയിട്ടുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ നഴ്സസ്, കെയറേഴ്സായിട്ടും ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടും സീനിയർ കെയറേഴ്സായിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു റെഫറൻസ്, എംപ്ലോയറിൻ്റെ റെഫറൻസ് ത്രൂ ഇവിടെ നഴ്സിംഗ് രജിസ്റ്ററിലേക്ക് കയറാനും അവരുടെ നമ്പേഴ്സ്, ഒരുപാട് നമ്പേഴ്സ് കൂടുന്നുണ്ട്. അറൗണ്ട് ഒരു 50,000 അല്ലെങ്കിൽ മോർ ദാൻ 50,000 നഴ്സസാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ട്രസ്റ്റിനും ഡിഫറെൻറ്റ് രീതിയിലാണ് ഫണ്ടിങ് കിട്ടുന്നത്. അവരുടെ റിക്വയർമെൻറ്റ്സ് അവർ മീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതും. ഇപ്പോൾ ഹാംഷയർ ആവട്ടെ, റോയൽ ഫ്രീലാൻഡർ ആവട്ടെ, അവർ സ്റ്റിൽ ഇൻ്റർനാഷണൽ നഴ്സസിനെ കൊണ്ടുവരാനായിട്ട് നോക്കും. പക്ഷേ ഇതെല്ലാം തന്നെ മുന്നേ അവർക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്ന ജോബ് റോൾസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ, ഇപ്പോൾ ഓങ്കോളജി, ഹെമറ്റോളജി അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് കീമോതെറാപ്പി കൊടുത്തിട്ടുള്ളവർ, ICU സ്പെസിഫിക് ആയിട്ട് ICUവിൽ തന്നെ ഇത്ര നമ്പർ ഓഫ് ബെഡ് അല്ലെങ്കിൽ ഇത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ എടുക്കുക പോലും ഇല്ല, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക പോലും ഇല്ല. ഈവൻ OETയുടെ പോലും വാലിഡിറ്റി അവർ ചോദിക്കുന്നത് ചിലപ്പം അപ് ടു നെക്സ്റ്റ് ഇയർ നവംബർ വരെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിസംബർ വരെ ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലാതെ അവർ ചിലപ്പം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക പോലും ഇല്ല, ഒരു മാസത്തിൻ്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ അത്രയും ക്രൈറ്റീരിയ സ്പെസിഫിക് ആക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് നഴ്സസ് ഉണ്ട്. കാര്യം ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ തന്നെ അവർക്ക് നഴ്സസിനെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് ഇനി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്, പക്ഷേ വളരെ നമ്പേഴ്സ് കുറഞ്ഞ രീതിയിലാണ് നടക്കുന്നത്. ആൻഡ് ഇതുപോലെ നമ്മുടെ നോർക്ക NHS വെയിൽസ് പോലത്തെ ഈവൻറ്റ്സ് ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും ഒരു വർഷം മാക്സിമം കൂടിപ്പോൾ ഒരു 200 to 250 നഴ്സസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ അങ്ങിങ്ങായിട്ടുള്ള ഇൻ്റർവ്യൂസ് നടക്കുകയാണെങ്കിൽ തന്നെ ഒരു 15 20 അല്ലെങ്കിൽ ഒരു 50 നമ്പേഴ്സ് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അല്ലാതെ ഒരു ഹ്യൂജ് നമ്പർ നേരത്തെ പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പോയി അല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടി അങ്ങനെയൊക്കെ നടക്കുന്ന ചാൻസസ് ഇനി വരുന്ന കുറച്ച് വർഷങ്ങളിൽ വളരെ കുറവാകാനാണ് സാധ്യത എന്തായാലും. പക്ഷേ ഇതുപോലെ നഴ്സിംഗ് യൂണിയൻസിൻ്റെയും അല്ലെങ്കിൽ RCNൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ള പ്രഷർ കാരണം ചിലപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഡിസിഷൻ മാറ്റും എന്നുണ്ടെങ്കിൽ തന്നെയും ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ എത്തിച്ചിരിക്കും. ഇനി വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു പ്രോപ്പർ ജോബാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ഫ്രഷേഴ്സായിട്ട് നിങ്ങൾ പാസ് ഔട്ടായി ഉടനെ തന്നെ OET IELTS ക്ലിയർ ആക്കുന്നു, നേരെ ചാടി UKയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ട്രെൻഡ് മാറിക്കഴിഞ്ഞു ഇപ്പോൾ. ഓക്കെ, ആ ഒരു റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളാണെങ്കിലും ശരി, വീട്ടുകാരാണെങ്കിലും പാരൻസ് ആണെങ്കിലും എല്ലാവരും കൺസേൺഡ് ആണ്. പക്ഷേ ആ ഒരു സാഡ് ട്രൂത്ത് എന്നുള്ളൊരു സംഭവം നമ്മൾ വിശ്വസിച്ച് അക്സെപ്റ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു കറണ്ട് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം അത്രയും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സ് NHS വെയിൽസിൻ്റെ ആവട്ടെ, ബാക്കിയുള്ള ഇൻ്റർവ്യൂസ് ഏതെങ്കിലും വരുന്നതാവട്ടെ, അതിനെല്ലാത്തിനും തന്നെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനിൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾ നഴ്സിംഗ് പാസ്സായി ഇറങ്ങിയിട്ടുള്ളവരാണെങ്കിൽ
എത്രയും വേഗം നിങ്ങൾ നല്ലൊരു ജോലി കണ്ടുപിടിക്കുക. അല്ലാതെ ആദ്യമേ OET ഓർ IELTSലേക്ക് ചാടി അതിൻ്റെ പുറകെ പോകാതെ ആദ്യം നല്ലൊരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ജോബ്, സെൻട്രൽ ഗവൺമെൻറ് ജോബോ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബോ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ജോബ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല നല്ല ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. നഴ്സിംഗ് എന്ന് പറയുന്നത് UK അയർലൻഡോ യൂറോപ്യൻ കൺട്രീസോ മാത്രമല്ല, ഒരുപാട് പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് നമ്മുടെ നഴ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും അവൈലബിൾ ആണ് എന്തായാലും. ഓക്കെ, ഇനി ഓൾറെഡി നിങ്ങൾ മിഡിൽ ഈസ്റ്റിലോ നിങ്ങൾ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടോ ഇരിക്കുന്നവരാണെങ്കിൽ അൺടിൽ നിങ്ങൾക്കൊരു ജോബിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ റിക്രൂട്ട്മെൻറ്റ് ഇവൻറ്റ്സും കാര്യങ്ങളും നടക്കുന്നത് വരെയും അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്യൂമിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നവരെയും നിങ്ങൾ ആ ജോബോ കാര്യങ്ങളോ റിസൈൻ ചെയ്യാതിരിക്കുക, അതിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ജോബ് ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാം, ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് നിങ്ങൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ UK ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് സെലക്ഷൻ കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യങ്ങളും, അതുകൂടാതെ OET അല്ലെങ്കിൽ IELTS എഴുതി വെക്കുന്നതിൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസിലോട്ട് പോകണോ, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് എക്സാംസോ വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് ടെസ്റ്റ് എഴുതി വെച്ചാൽ മതിയോ എന്നുള്ള കാര്യങ്ങളും NMC രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പറയുന്നുണ്ടായിരിക്കും എന്തായാലും. ഓക്കെ, ഇതുവരെ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ വിട്ടുപോകില്ല. കാര്യം നിങ്ങളുടെ ഒരു കരിയറിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ. സോ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് കണ്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഡിസിഷൻ മേക്ക് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ അപ്ഡേറ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങളാവട്ടെ ഒക്കെ നമ്മുടെ വാട്സപ്പ് ചാനലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്സിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ തന്നെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതെല്ലാം തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് കാര്യം 4-5 വാക്കൻസീസ് മാത്രമായിരിക്കും വരിക. ഇപ്പോൾ PICUലേക്കുള്ള വാക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നു. January 7th കുറേ പേർക്കും ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ആയിട്ടുണ്ട് NHS വെയിൽസിൻ്റെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണല്ലോ, ആദ്യം ആര് കൊടുക്കും, ഹൂ കംസ് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ പെട്ടെന്ന് ചിലപ്പോൾ യൂട്യൂബ് വീഡിയോ ആക്കി ഇടാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്നായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ട ഉടനെ തന്നെ നിങ്ങളത് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവാം. ഞാൻ പറഞ്ഞ പോലെ സ്പെസിഫിക് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമായിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്സിലും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആ റിസോഴ്സസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ആ ഗ്രൂപ്പുകളിലും ചാനലും ഫോളോ ചെയ്യാനുള്ള എല്ലാ ലിങ്കുകളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ ഏതെങ്കിലും ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് സ്കെഡ്യൂൾ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നോ അതെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞു വയ്ക്കുക. അല്ലാതെ ഒരു ഇൻ്റർവ്യൂ സ്കെഡ്യൂളായി ഒരു 1-2 ദിവസം മുന്നേ നിങ്ങൾ റെഡിയാക്കി പ്രിപ്പയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. സോ മാക്സിമം ആ വീഡിയോസ് ഇതിനകത്തിട്ടുള്ള ഒരുപാട് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, അതെല്ലാം കണ്ട് എന്താണ് ഇൻ്റർവ്യൂസ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം അത് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.